اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, നമ്മെ ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവൻ്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യന്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് അവന് സമ്പത്തിനോട് വലിയ ആഗ്രഹമുണ്ടാവുക എന്നുള്ളത്. തനിക്ക് സമ്പത്തുണ്ടാകുന്നതിനും തൻ്റെ ബിസിനസ്, തൻ്റെ സമ്പത്ത് ഒക്കെ വലുതാകണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല. അതിന് ഹലാലായ മാർഗങ്ങളിലൂടെ താൻ ജോലി നോക്കുകയും അതേപോലെ തന്നെ കച്ചവടം നടത്തുകയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ സമ്പത്തിനോടുള്ള അടങ്ങാത്ത ആർത്തി, ദുനിയാവിൽ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത് അവന് സമ്പത്ത് വാരിക്കൂട്ടാനാണ്. ഈ സമ്പത്ത് വാരിക്കൂട്ടുന്നതിന്റെ തിരക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണോ തന്റെ സമ്പത്ത് തന്നിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നാളെ പിറ്റേന്ന് പരലോകത്ത് മറുപടി പറയാൻ കുഴങ്ങുന്ന രീതിയിലാണോ എന്നുള്ളത് ചിന്തിക്കാത്ത അവസ്ഥ. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഹറാമും ഹലാലും നോക്കേണ്ടതില്ല. ആളുകളെ പറ്റിക്കുന്നതോ കൊള്ളലാഭം എടുക്കുന്നതോ അതേപോലെ തന്നെ പലിശ വാങ്ങുന്നതോ കൈക്കൂലി വാങ്ങുന്നതോ ഒന്നും പ്രശ്നമല്ലാത്ത സമ്പത്തിനോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി. ഈ ആർത്തി മനുഷ്യനെ രണ്ട് ലോകത്തും അപകടത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മനുഷ്യന്റെ ആർത്തിയെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ, ലൗ അന്ന ലിബ്നി ആദം വാദിയൻ മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ. ഒരു മനുഷ്യൻ, ആദമിന്റെ മകന് സ്വർണത്തിന്റെ 2 മലകൾ ഉണ്ട് എന്ന് വെക്കുക. സ്വർണത്തിന്റെ 2 മലകൾ, സ്വർണം കുഴിച്ചെടുക്കുന്ന 2 കനികൾ അല്ലെങ്കിൽ മലകൾ അവനുണ്ട് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമതായി കൊണ്ട് അവൻ ഒന്നുകൂടി ഉണ്ടാകാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു. അഥവാ 2 സ്വർണത്തിന്റെ മലകൾ ഉണ്ടെങ്കിലും മൂന്നാമതുണ്ടാകാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വലൻ യംല അഫാഹു ഇല്ല തുറാബ്. അവന്റെ വായ മണ്ണല്ലാതെ നിറക്കുകയില്ല. അഥവാ ഇവന്റെ ഈ ആർത്തി, അങ്ങേയറ്റത്തെ ആർത്തി, അത് അവനെ ഖബറിലേക്ക് വെച്ച് അവന്റെ ശരീരം അത് മണ്ണ് തിന്ന് അവന്റെ വായിലേക്ക് മണ്ണെത്തുന്നത് വരെ, അഥവാ മരിക്കുന്നത് വരെ, മരണത്തിന്റെ സമയം വരെ അവന് ഈ ആർത്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വയതൂബുല്ലാഹു അലാ മൻ താബ. തൗബ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്വർണത്തിന്റെ പർവ്വതം, മല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ ശകലം പോലും വേണ്ടി വരില്ല അവനും അവന്റെ തലമുറക്കും ജീവിക്കാൻ. ഇങ്ങനെയുള്ള ഇത്ര വിശാലമായ സമ്പത്ത് അവനുണ്ടായിട്ടും വീണ്ടും ഉണ്ടാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു.
മരണമല്ലാതെ ഇവന്റെ ഈ അത്യാഗ്രഹത്തിൽ നിന്നും ആർത്തിയിൽ നിന്നും അവനെ പിടിച്ചു മാറ്റുന്ന മറ്റൊരു സംഗതിയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, യഹ്റമു ഇബ്നു ആദം വയശീബു മിൻ ഇത്നാനി അൽ ഹിർസു അലൽ മാലി വൽ ഹിർസു അലൽ ഉംരി. ആദമിന്റെ മോന് വയസ്സാകും, ആദമിന്റെ മകന് അവന് നരബാധിക്കും, അല്ലെങ്കിൽ അവന് വയസ്സാകും. പക്ഷേ ഈ മനുഷ്യന്റെ രണ്ട് കാര്യങ്ങൾ എപ്പോഴും യുവത്വത്തിലായിരിക്കും. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? അൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ ഉംർ. സമ്പത്ത് ഏറെ ഉണ്ടാകണം. വയസ്സേറെ ചെന്നിട്ടുണ്ടാകും, 80ഉം 85ഉം. ആ സമ്പത്ത് സക്കാത്ത് കൊടുക്കാതെ, സദക്ക കൊടുക്കാതെ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ എത്രയോ സമ്പത്തുണ്ട്, എത്രയോ വരുമാനമുണ്ട്. എന്റെ അവസാന സമയമായി എന്ന് പോലും ചിന്തിക്കുന്നില്ല. അള്ളാന്റെ മാർഗത്തിൽ കുറച്ച് കൊടുത്ത് ഞാൻ പരലോകത്തേക്ക് ഉണ്ടാക്കട്ടെ എന്നൊന്നും ചിന്തയില്ല. അവ വയസ്സേറെ ചെന്നിട്ടുണ്ടെങ്കിലും ആദമിന്റെ മകന് വയസ്സേറെ ചെല്ലുന്നു. പക്ഷേ രണ്ട് കാര്യങ്ങൾ അവന് യുവത്വത്തിലായിരിക്കും. ഒന്ന് സമ്പത്തിനോടുള്ള ആർത്തിയും, അതേപോലെ തന്നെ കൂടുതൽ ആയുസ്, നല്ല ആരോഗ്യത്തോടു കൂടി കൂടുതൽ ആയുസ് ഉണ്ടാകണം, കൂടുതൽ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ള ആർത്തിയും. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും യുവത്വത്തിലായിരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ജീവിക്കാനുള്ള പൂതി, ആഗ്രഹം, അതേപോലെ തന്നെ സമ്പത്തിനോടുള്ള ഒടുങ്ങാത്ത ആർത്തി, ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. ഇല്ലാ മൻ റഹിമല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് കിട്ടിയ ആളുകളുടെ കാര്യമല്ല പറയുന്നത്. ഈമാനുള്ള ഈ സമ്പത്തിന്റെയും അതേപോലെ തന്നെ ഈ കാഷിന്റെയും ഒക്കെ, ഈ ദുനിയാവിന്റെയും ഒക്കെ അവസ്ഥ തിരിച്ചറിഞ്ഞ പരലോകമാണ് വൽ ആഖിറതു ഖൈറു വ അബ്ഖാ എന്ന് തിരിച്ചറിഞ്ഞ അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. നിങ്ങൾ സമ്പത്തിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവന് സമ്പത്തിനോടുള്ള ഇഷ്ടം അങ്ങേയറ്റമാണ്. സമ്പത്തിനെ ഇഷ്ടപ്പെടണ്ട എന്നല്ല പറഞ്ഞത്, ഞാൻ സൂചിപ്പിച്ചു. മാന്യമായ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കുന്നതും ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങേയറ്റത്തെ ആഗ്രഹം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സമ്പത്തിനോടുള്ള ഈ ആർത്തി ഉണ്ടാകുമ്പോൾ മനുഷ്യൻ എന്ത് സംഭവിക്കും? അടങ്ങാത്ത, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത ആർത്തി ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ പറയുകയാണ്, ഐ അൽ ഇൻസാനി ലിഹുബ്ബിൽ ഖൈരി ഐ അൽ മാൽ. മാലിനോടുള്ള, സമ്പത്തിനോടുള്ള അവന്റെ ആർത്തി ഷദീദാണ്, അതികഠിനമാണ്. എങ്ങനെ ഉണ്ടാക്കുക, ആരും പറ്റിക്കുക, പൈസ നമ്മളെ പോക്കറ്റിലേക്ക് വന്നാൽ മതി, നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ മതി എന്നാണ് അവന്റെ ചിന്ത. ഐ കസീറുൽ ഹുബ്ബിൽ മാൽ, മാലിനോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. വഹുബ്ബുഹു ലിദാലിക വഹുവ അല്ലദീ ഔജബ ലഹു തർക്കൽ ഹുഖൂഖിൽ വാജിബതി അലൈഹി. ഈ സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടാകുമ്പോൾ അവനോട് ആ ജീവിതം അവനെ പ്രേരിപ്പിക്കുന്നത് അവൻ നിർബന്ധമായും ചെയ്യേണ്ട ബാധ്യതകളെ അവൻ മറക്കുന്നു. എന്താണ് നിർബന്ധമായും ചെയ്യേണ്ട ബാധ്യതകൾ? സക്കാത്ത് കൊടുക്കുന്നതിൽ കണിശതയില്ല, അതാണ് നിർബന്ധമായ ഒന്നാമത്തെ ബാധ്യത. അതേപോലെ തന്നെ സദക്കകളും ദാനധർമ്മങ്ങളും ചെയ്യുന്നതിൽ അമ്പെ പിന്നിലേക്ക് പോകുന്നു. ഹറാമിൽ നിന്ന്, സാമ്പത്തികമായ രംഗത്ത് ഹറാമിൽ നിന്നും വിട്ടുനിൽക്കണം. ഹറാമിന്റെ ഒരു തരി കാശ് പോലും, 5 നയ പൈസ പോലും തന്റെ സമ്പത്തിലേക്ക്, തന്റെ ഭക്ഷണത്തിലേക്ക്, തന്റെ വീട്ടിലേക്ക്, തന്റെ കുടുംബത്തിലേക്ക്, തന്റെ വാഹനത്തിലേക്ക് വരരുത് എന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം ഉണ്ടാകേണ്ട മനുഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട മനുഷ്യൻ, അതെല്ലാം കൈയൊഴിയുന്നു. ഇതാണ് വാജിബാത്തുകൾ. എന്തൊക്കെയാണ്? ഹറാമിൽ നിന്നും വിട്ടുനിന്ന ജീവിതം ഉണ്ടായിരിക്കണം. അതും അവൻ ശ്രദ്ധിക്കുന്നില്ല. ഖദ്ദമ ശഹവത നഫ്സിഹി അലാ റിളാ റബ്ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയേക്കാൾ, അള്ളാഹുവിന്റെ ഇച്ഛയേക്കാൾ ദേഹേച്ഛക്കാണ് അവൻ പ്രാധാന്യം കൊടുക്കുന്നത്. സമ്പത്ത് ഉണ്ടാക്കണം, സമ്പത്ത് എങ്ങനെയായാലും അത് ഉണ്ടാക്കി കിട്ടണം. അത് എന്താണോ ഹലാലോ ഹറാമോ നോക്കേണ്ട ആവശ്യമില്ല. വകുല്ലു ഹാദാ ലിഅന്നഹു ഖസറ നദ്റുഹു അലാ ഹാദിഹി ദാർ. ഈ ദുനിയാവാണ് അവന്റെ എല്ലാം, പരലോകം വിഷയമല്ല. അപ്പൊ സഹോദരന്മാരെ, അടങ്ങാത്ത സമ്പത്തിനോടുള്ള പ്രേമം, ആർത്തി ഉണ്ടെങ്കിൽ അവൻ ദുനിയാവിന്റെ ആളായി മാറും. പരലോകം അവന് പ്രശ്നമല്ലാതെയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആഖിറത്തിന്റെ വിഷയത്തിൽ അവൻ അശ്രദ്ധനാകും. അതുകൊണ്ട് സമ്പത്തിനോട് താല്പര്യം വേണം സഹോദരന്മാരെ. നമ്മുടെ മക്കൾക്ക്, അതേപോലെ തന്നെ നമ്മുടെ തലമുറക്ക് ഒക്കെ സമ്പത്ത് കൈമാറിക്കൊണ്ട് തന്നെയാണ് പോകേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി സക്രാത്തുൽ മൗത്തിന്റെ സമയത്ത്, മരിക്കുന്നതിന് മുമ്പുള്ള സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ സമ്പത്ത്, ഒരുപാട് സമ്പത്തുണ്ട് എനിക്ക്,
അതൊക്കെ ഞാൻ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കട്ടെ. റസൂൽ അനുവദിച്ചില്ല. പൗതി കൊടുക്കട്ടെ, അനുവദിച്ചില്ല. ഇന്ന് 1/3 കൊടുക്കട്ടെ. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സുലുസു കസീർ, 1/3 തന്നെ ധാരാളമാണ്, അത് കൊടുത്താൽ മതി. കാരണം നിന്റെ അനന്തരാവകാശികളെ സമ്പത്തില്ലാത്തവരായിക്കൊണ്ട്, പാവപ്പെട്ടവരായിക്കൊണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നവരായിക്കൊണ്ട് ഉപേക്ഷിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അവർക്ക് സമ്പത്ത് വേണം, അനന്തരാവകാശികൾക്ക് ജീവിക്കണം. അപ്പൊ അതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അതിലപ്പുറം സഹോദരന്മാരെ, ഇങ്ങനെ സമ്പത്തിനോടുള്ള ഒടുങ്ങാത്ത ആർത്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ അത് പാലിക്കുന്നതിൽ, സകാത്ത് കൊടുക്കുന്നതിൽ, സദഖ കൊടുക്കുന്നതിൽ, അതേപോലെ തന്നെ സമ്പത്തിന്റെ വിഷയത്തിൽ ഹറാം കലരുന്നതിൽ ഒക്കെ ശ്രദ്ധിക്കാത്ത ജീവിതം, അതാണ് ഈ പറയപ്പെട്ടത്, ആക്ഷേപിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറഞ്ഞു. എന്താണ് ഹദീസ്? റസൂലുള്ള പറയുകയാണ്, തൈസ അബ്ദു ദീനാർ വ അബ്ദു ദിർഹം. നമ്മൾ കേട്ട ഹദീസാണ്. ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമ നശിച്ചതു തന്നെ. ദീനാറിനും ദിർഹമിനും അടിമയുണ്ടോ? ഉണ്ട് സഹോദരന്മാരെ. കോടിക്കണക്കിന് അടിമകൾ സമ്പത്തിന്റെ അടിമയാണ്. നമ്മൾ സമ്പത്തിനെ നമ്മുടെ അടിമയാക്കി വെക്കണം. എന്റെ സമ്പത്ത് പടച്ചറപ്പിന് തൃപ്തിപ്പെട്ട രീതിയിലാണ് ഞാൻ ചെലവഴിക്കുന്നത്, ആ രീതിയിലാണ് എന്റെ പോക്കറ്റിലേക്ക് എത്തുന്നത്, എന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് എന്ന് മനുഷ്യന് തീരുമാനിക്കണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സദഖകൾ കൊടുക്കാൻ, ദാനധർമ്മങ്ങൾ കൊടുക്കാൻ, കണ്ണീരൊപ്പാനുള്ള പ്രവർത്തനങ്ങളിൽ കൊടുക്കാൻ ഞാൻ മുൻപന്തിയിലാണ്. കാരണം എന്ത്? ഞാനാണ് എന്റെ സമ്പത്തിനെ നിയന്ത്രിക്കുന്നത്, സമ്പത്ത് എന്നെ അല്ല നിയന്ത്രിക്കുന്നത്. എന്നാൽ സമ്പത്ത് നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്, സമ്പത്ത് അവരെ നിയന്ത്രിക്കുന്നു. വല്ലാത്ത ഹദീസാണ് സഹോദരന്മാരെ. ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമകൾ നശിക്കട്ടെ. എന്തേ? ജീവിതം തന്നെ പൈസ ഉണ്ടാക്കാനാ. ആരും പറ്റിക്കും, ഉടപ്പുറപ്പുകളെ പറ്റിക്കും. സ്വന്തം പങ്ങളുടെയും ജ്യേഷ്ഠന്റെയും അനിയന്റെയും ഉമ്മയുടെയൊക്കെ സമ്പത്ത് കൈക്കലാക്കുകയാണ്. ഏറ്റവും നല്ല കണ്ണായ ഭൂമി വാപ്പ മരിച്ചതിന് ശേഷം, ഉമ്മ മരിച്ചതിന് ശേഷം ഓഹരി വെക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് എനിക്ക് കിട്ടണം. ആരെ പറ്റിച്ചാലും വേണ്ടിയില്ല, ആരെ ചതിച്ചാലും വേണ്ടിയില്ല, എനിക്ക് സമ്പത്ത് കിട്ടണം. ഈ അവസ്ഥാവിശേഷം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലം യുഅത ഇൻ ഉഅതിയ റളിയ വ ഇല്ലം യുഅത സഖിത. എന്തെങ്കിലൊക്കെ ദുനിയാവിന്റെ അപ്പക്കഷ്ടം ലാഭം കിട്ടിയ വലിയ സന്തോഷ, കിട്ടാഞ്ഞാലോ അങ്ങേയറ്റത്തെ നിരാശയാണ്. വിചാരിച്ച പോലെ ബിസിനസ് റെഡിയായില്ല, അല്ലെങ്കിൽ വിചാരിച്ച ലാഭം കിട്ടിയില്ല, ഭയങ്കര നിരാശ, എല്ലാം നഷ്ടപ്പെട്ട, സ്വർഗം നഷ്ടപ്പെട്ട പോലെയാണ്. വല്ലാത്ത നിരാശ. കാരണം അവര് പരലോകം പ്രശ്നമല്ല, ദുനിയാവാണ് അവന്റെ സ്വർഗം. എന്നിട്ട് റസൂലുള്ളാഹി പറയും, തൈസ വൻതകസ വൈദാ ശീക ഫലൻ തകശ. അവൻ നശിക്കട്ടെ. അവന് ദുനിയാവിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് നീക്കാൻ പറ്റാതിരിക്കട്ടെ. അഥവാ ഒരു മുള്ളു കുത്തിയാലെന്ന് റസൂലുള്ളാഹി പറയുക. അഥവാ ഒരു മുള്ള അവന് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാകട്ടെ. പണ്ഡിതന്മാര് പറഞ്ഞു, ദുനിയാവിൽ ചെറിയൊരു വിപത്ത് പോലും അവന് ബാധിച്ചാൽ അവന് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകട്ടെ. ഓനാ മുള്ള് എന്ന് പറഞ്ഞ എന്താ സഹോദരന്മാര്? പണ്ഡിതന്മാര് പറയുന്നത് അഥവാ ചെറിയത് പോലും അവന് എടുക്കാൻ പറ്റരുത്. അപ്പൊ വലുതോ? വലുത് ഏതായാലും പറ്റരുത്. അവന് ദുനിയാവിന്റെ ആളാ, ദുനിയാവ് സേഫാക്കലാണ് അവന്റെ രക്ഷ. അവന്റെ എയിം, അൾട്ടിമേറ്റ് എയിം എന്താ? ലക്ഷ്യം എന്താണ്? ദുനിയാവ് സേഫാക്കല. അതുകൊണ്ട് ഓൻ ബിസിനസ്സിൽ കൊടുങ്ങും, കുടുംബത്തിൽ കൊടുങ്ങും, മക്കളുടെ വിഷയത്തിൽ കൊടുങ്ങും, അതേപോലെ തന്നെ പാർട്ണർമാരുടെ അടുത്ത് കൊടുങ്ങും, ദുനിയാവിന്റെ രോഗങ്ങളിൽ കൊടുങ്ങും, പ്രയാസങ്ങളിൽ കൊടുങ്ങും. അവന് രക്ഷ കിട്ടാതിരിക്കട്ടെ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര്? ദുനിയാവിന്റെ പൈസക്കും വേണ്ടി ജീവിക്കണം, വെറും പൈസ. ആരെ ചതിച്ചാലും ആരെ വഞ്ചിച്ചാലും ഒരു പ്രശ്നമില്ല. അതല്ല സഹോദരന്മാരെ മുസ്ലിം മുഅ്മിൻ. മുകളിലേക്ക് എടുത്തിട്ടുള്ള ശ്വാസം, വിട്ടിട്ടുള്ള ശ്വാസം ഒന്ന് എടുക്കാൻ കഴിഞ്ഞ നമ്മുടെ പരിപാടി എല്ലാം നമ്മുടെ വിട്ടേച്ചു പോകും. കാറൂൻ എന്തേ കൊണ്ടുപോയ സഹോദരന്മാര്? ഫിറഔൻ എന്തേ കൊണ്ടുപോയോ? കം തറക്കൂ മിൻ ജന്നാതിൻ വഉയൂൻ. എത്രയെത്ര കോട്ടകളാ, എത്രയെത്ര തോട്ടങ്ങളാണ്, കോടിക്കണക്കിന് രൂപ വരുന്ന വലിയ വലിയ തോട്ടങ്ങൾ, അരുവികൾ, എത്രയെത്ര സമ്പത്താണ്, കോടിക്കണക്കിനുള്ള സമ്പത്താണ് എല്ലാം ഇട്ടേച്ചു പോയത്. ഒന്നും കൊണ്ടുപോയില്ല. എന്തെങ്കിലും കൊണ്ടുപോകുമോ സഹോദരന്മാരെ? ഒരു കഫം പുടവയില്ലാതെ എന്തെങ്കിലും ഒന്നും കൊണ്ടുപോകില്ല. ആ കഫം പുടവിന്റെ ഉള്ള കാലുമേ 2 സോക്സ് ധരിച്ചു കൊണ്ട് പോകട്ടെ എന്ന് തീരുമാനിച്ചു നടക്കോ? ഇല്ല. കഫം തയ്യാറാക്കുന്ന, കഫം ചുറ്റുന്ന ആള് കാലുമ സോക്സ് ഇടാൻ പറ്റൂല. ഒന്നും അതല്ലാതെ കൊണ്ടാൻ പറ്റൂല. ഒരു 100 റുപ്യേന്റെ നോട്ടേറെ കൊണ്ടിട്ട് കൊണ്ടാൻ പറ്റൂല. കൊണ്ടുപോകാം എങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുപോകാം. അള്ളാന്റെ മാർഗത്തിൽ കൊടുത്താൽ അതൊക്കെ കൊണ്ടുപോകുന്നതാണ്. ബാക്കിയൊക്കെ മടങ്ങും, അവന്റെ സമ്പത്ത് മടങ്ങും. റസൂലുള്ളാഹി പറഞ്ഞല്ലേ, ഖബറിന്ന് ആ സംഭവം ആലോചിച്ച് നോക്കി സഹോദരന്മാർ. എത്ര ആൾക്കാരെ നമ്മൾ കണ്ടു. നമ്മൾ ഖബറിലേക്ക് ഇറക്കി വെച്ച് മൂടുപലക മൂടി 3 പടി മണ്ണിട്ട് തസ്ബീഹ് ചൊല്ലി, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്. കുറെ ആളുകൾ ഇങ്ങനെ കൂടിയിരുന്ന് ചെല്ലുന്നു.
അകന്ന ബന്ധുക്കളും അകന്ന ആളുകളൊക്കെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ വാങ്ങും. പിന്നെ വാപ്പയുണ്ടെങ്കിൽ വാപ്പ, അല്ലെങ്കിൽ പിന്നെ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ കുട്ടികളോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓല് കുറച്ചേരം കൂടി നിൽക്കും. അത് കഴിഞ്ഞാൽ ഓലും മടങ്ങും. റസൂലുള്ളാഹി പറഞ്ഞു 3 സംഭവങ്ങൾ മയ്യത്തിനെ പിന്തുടരും. ഒന്നും അവന്റെ അമലാണ്, രണ്ടും അവന്റെ സമ്പത്താണ്, ഒന്നും അവന്റെ കുടുംബാണ്. 2 എണ്ണം മടങ്ങും. സമ്പത്തും മടങ്ങും, കുടുംബം മടങ്ങും. അടക്കൂല. എന്റെ പൊന്നാര വാപ്പയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. പ്രിയ സഹോദരിമാരെ, ഒരാളും നിൽക്കൂല. പ്രിയമുള്ള ഉമ്മമാരെ, ഒരാളും ഒരു നിശ്ചയ സമയത്തിനപ്പുറം ആ കബറിങ് നിൽക്കൂല. കബർക്ക് ഇറക്കി കിടക്കൂല. എടുത്തൊരു കാര്യമില്ല. വാഹിദ്, ഒന്ന് ബാക്കിയാകും. അതേതാണ്? അമലാണ്. ഇത് അമലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ സമ്പത്ത് അമലാക്കിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് പരലോകത്ത് ഉപകാരപ്പെടും, കബറിൽ ഉപകാരപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ സമ്പത്ത് സഹോദരന്മാരെ, നമ്മൾ സമ്പത്തിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് വരുന്നതും അത് പോകുന്നതുമെല്ലാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമ്പത്താണ് എല്ലാം എന്ന സമ്പത്തിന്റെ അടിമയായി ജീവിച്ച മനുഷ്യനെ അവന് നാശമുണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുകയും, എന്നിട്ട് പരലോകത്തെ വലുതായി കാണുകയും എന്നാൽ ദുനിയാവിൽ നല്ല നിലയ്ക്ക് ജീവിക്കുകയും ചെയ്ത മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ പുകഴ്ത്തി പറയുകയും ചെയ്തു. സാധുവാണ്, വല്ലാതൊന്നുമില്ല, എന്ന പരലോകമാണ് ലക്ഷ്യം. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. അപ്പൊ സമ്പത്ത് നമ്മൾ നിയന്ത്രിക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് നമ്മളെ നിയന്ത്രിക്കും, നമ്മൾ അതിനെ നിയന്ത്രിക്കണം. എങ്ങനെ വരണം, എങ്ങനെ പോകണം എന്നുള്ളത് തീരുമാനിക്കണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ആരാധനകൾ കൊണ്ട് സമ്പുഷ്ടമാക്കുന്ന വിഷയത്തിൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആരാധനകൾ ചെയ്യുന്നതിൽ സമ്പത്ത് നമുക്ക് വിലങ്ങ് തടിയാകരുത്. നിസ്കരിക്കാൻ നേരല്ല, എന്റെ ബിസിനസിന്റെ തിരക്കാണ്, രാത്രി വളരെ വൈകുകയാണ്, അപ്പൊ സുബഹി നഷ്ടപ്പെടുകയാണ്, എന്റെ തിരക്കാണ്. എന്നിട്ട് തിരക്കോടുകൂടി ഉണ്ടാക്കി സാധനം കൊണ്ടുപോകില്ല. സുബീസ്കേരെ കൊണ്ടുപോകുള്ളൂ, നിസ്കേരെ കൊണ്ടുപോകുള്ളൂ. അത് ഉണ്ടായിട്ടില്ല, അപ്പൊ കൊണ്ടുപോകണ്ടാവില്ല. അപ്പൊ വലിയ ഗൗരവമാണ് സഹോദരന്മാരെ, വലിയ ഗൗരവമാണ്. നമ്മൾ പോയത്തക്കാരാകാൻ പാടില്ല. എത്ര സമയമാണ് നമ്മൾ ജീവിക്കുക, ഏത് സമയത്താ പോകേണ്ടി വരിക, നമുക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല. ഈ സംസാരിക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ മൈക്കിനും അതേപോലെ തന്നെ ഈ സൗണ്ട് ബോക്സിനും ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഈ സംസാരിക്കുന്ന എനിക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല, കേൾക്കുന്ന നിങ്ങൾക്കോ ഒരു ഗ്യാരണ്ടിയുമില്ല. നമ്മൾ ഇട്ടിട്ടുള്ള ഡ്രസ്സിന് ഒരു പക്ഷെ ഗ്യാരണ്ടി ഉണ്ടാവും. പെട്ടെന്നൊന്നുപോലെ കുറച്ചൊക്കെ ലാസ്റ്റ് ചെയ്യും, കുറച്ച് നല്ല ശീലയാണെന്നൊക്കെ പറഞ്ഞാൽ തന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഈ ചോദിക്കണേ നമ്മക്കോ ലാസ്റ്റ് ചെയ്യോ, ഇത് തിരക്കടില്ല, നല്ല ചെരുപ്പാണോ, നല്ല ഡ്രസ്സാണോ എന്ന് ചോദിക്കണേ നമ്മക്കോ, നമുക്ക് ആ ചോദിച്ച ചോദ്യം മുഴുവിപ്പിക്കാനുള്ള ഗ്യാരണ്ടി പോലും നമുക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ മതി. അത് നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ മതി. അതുകൊണ്ട് സഹോദരന്മാരെ, പിന്നെ നമ്മുടെ ഈ സമ്പത്ത് നമ്മുടെ ഇബാദത്തിൽ നിന്നും നമ്മളെ തെറ്റിക്കാൻ പാടില്ല. ലൈംഗിക വിശുദ്ധി പാലിക്കുന്ന വിഷയത്തിൽ സമ്പത്ത് തെറ്റിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത, പൊരുത്തമില്ലാത്ത ഹറാമായ ജീവിതം നയിക്കുന്ന വിഷയത്തിൽ നമ്മുടെ സമ്പത്ത് നമ്മളെ തെറ്റിക്കാൻ പാടില്ല. ദൂർത്ത് ജീവിതം നയിക്കുന്ന വിഷയത്തിൽ സമ്പത്ത് നമ്മളെ തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജോലിയിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ അനന്തര സ്വത്ത് ഇതെടുക്കുന്നതൊക്കെ പടച്ചറബ് സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള രീതിയിലാണോ നമ്മൾ ആലോചിക്കണം. ആരാന്റെ സ്വത്ത് നമ്മുടെ കയ്യിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു കച്ചവടക്കാരനാണെങ്കിൽ കൊള്ളലാഭമെടുത്ത് ആളുകളെ പറ്റിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഒരു ഗവൺമെന്റ് ജീവനക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാൻ പറ്റിയ ഒരിടത്തിൽ ജോലി നോക്കുന്ന ആളാണെങ്കിൽ, ഒരു കൈക്കൂലി ഇനത്തിൽ ഒരു നയാ പൈസ എന്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ, എന്റെ കുടുംബത്തിലേക്ക് വരുന്നുണ്ടോ നോക്കേണ്ടതുണ്ട്. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ചൊരു കുഴപ്പം കൊടുത്തിരുന്നു, ഒരു പരീക്ഷണം. എന്റെ ഉമ്മത്തിലുള്ള പരീക്ഷണം എന്താ? ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം അത് സമ്പത്താണ്. അതിൽ നമ്മൾ കുടുങ്ങാൻ പാടില്ല സഹോദരന്മാരെ. ഇത്ര കൃത്യമായ ആയത്തും ഹദീസും കേട്ട് ഖുതുബ കേൾക്കുന്ന, വഅദ് കേൾക്കുന്ന, ഞാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ ഫിത്നയിൽ അകപ്പെടാൻ പാടില്ല. സമ്പത്ത് നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥ വിശേഷം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തിന്നുന്നത് ഹലാലായിരിക്കണം. ആരാനെ പറ്റിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തെ തീറ്റിയിട്ടുണ്ടെങ്കിൽ, പലിശ വാങ്ങി, കോഴ വാങ്ങി, അതേപോലെ തന്നെ കൈക്കൂലി വാങ്ങി, കൊള്ളലാഭമെടുത്ത് പറ്റിച്ച് ഒക്കെ നമ്മൾ തിന്നു, നമ്മളെ കുട്ടികളെ തീറ്റിച്ചു, നമ്മളെ മാതാപിതാക്കളെ തീറ്റിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. പ്രാർത്ഥന സ്വീകരിക്കാൻ ഷർത്താണ്, നിബന്ധനയാണ്, കണ്ടീഷനാണ് എന്ത്? ഹലാല് തിന്നണം. ഹലാല് തിന്നണം എന്നുള്ളത്.
അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ, പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാതി, നിങ്ങൾ നല്ലത് തിന്നണം, ഹലാലായ സമ്പാദ്യത്തിൽ നിന്നും തിന്നണം. വഅമലൂ സ്വാലിഹാ, നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കൃത്യമായി അറിയുന്നുണ്ട്. അപ്പൊ ഹലാല് തിന്നാലേ നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യണം? ഹലാല് തിന്നണം സഹോദരന്മാരെ. നമ്മളെ മക്കളെ കൊണ്ട് ഹലാല് തീറ്റിക്കണം. മക്കള് വൃത്തികെട്ട് തോന്നിവാസികളായി ആണും പെണ്ണും പിന്നെ വ്യത്യാസമില്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ, അവർ തിന്നുന്ന എന്താ, അവരെ തീറ്റിക്കുന്ന എന്താണ് നമ്മൾ നോക്കണം. അവർ കുറ്റക്കാരല്ല, നമ്മളാണ് കുറ്റക്കാർ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹലാല് തിന്നണം. അതുകൊണ്ട് തന്നെ അവിഹിതമായ ഒരു സമ്പാദ്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ബാങ്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. നല്ല ബിൽഡിംഗ് എടുത്ത് ബാങ്കിന് വാടക കൊടുക്കുക പറ്റൂല, ഹറാമാണ്. ബാങ്കും അതേപോലെ തന്നെ പലിശയും ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുക ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പലിശ എന്നുള്ളത് 7 മഹാപാപത്തിൽ എണ്ണി റസൂലുള്ള പഠിപ്പിച്ച കാര്യമാണ്. പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും എഴുതി വെക്കുന്നതിനും സാക്ഷി നിൽക്കുന്നവനും വക്കീലാകുന്നവനും എല്ലാവരും ആ പാപത്തിന് അർഹരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ഹദീസ്. എന്താണ് ഹദീസ്? അയ്യുഹന്നാസ്, റസൂലുള്ള വിളിക്കുകയുണ്ടായി, ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബാൻ, ഏറ്റവും സംശുദ്ധനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അതുകൊണ്ട് തന്നെ ത്വയ്യിബ എന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ആളുകളെ പറ്റിച്ച് ഹറാമായ സമ്പത്ത് കൊണ്ട് തിന്ന് അതേപോലെ തന്നെ ഉടുത്ത് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ ആളുകളോട് അല്ലാഹു കൽപ്പിച്ചു, ബിമാ അമറ ബിഹിൽ മുർസലീൻ, പ്രവാചകന്മാരോട് കൽപ്പിച്ചത് തന്നെയാണ് മുഅ്മിനീങ്ങളായ എന്നോട് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്താ അല്ലാഹു മുർസലീങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്? പ്രവാചകന്മാരോട് അല്ലാഹു കൽപ്പിച്ചത് എന്താ? യാ അയ്യുഹർ റസൂൽ, റസൂലുമാരെ, പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് ഹലാലായത് തിന്നണേ. വഅമലൂ സ്വാലിഹാ, നിങ്ങൾ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യണേ. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കൃത്യമായി അറിയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സമ്പത്ത് നമ്മളെടുത്ത കണക്കില്ലാത്തുള്ളൂ, അള്ളാഹിന്റെ അടുത്ത് കൃത്യമായ കണക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ കൃത്യമായ കണക്കുണ്ട്. എത്രയാണത് ഹലാലുള്ളത്, ഹറാമുള്ളത്, സൂക്ഷ്മത പാലിച്ചത്, പാലിക്കാത്തതുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ കണക്കുണ്ട്. തുമ്മ ദക്കറ റജുല, എന്നിട്ട് അള്ളാഹിന്റെ പ്രവാചകൻ ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, യുതീലു സഫറ, ദീർഘദൂരം യാത്ര ചെയ്യുന്നു, അശ്അത അഗ്ബറ യമുദ്ദു യദഹു ഇല സമാഇ യാ റബ്ബി യാ റബ്ബി. ഒരു മനുഷ്യൻ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്, ഏകാഗിയായി കൊണ്ട് യാത്ര ചെയ്യുകയാണ്. യാത്രയിലെ ക്ലേശങ്ങളേറെയുണ്ട്, ബുദ്ധിമുട്ടുകളേറെയുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിലൊക്കെ മണ്ണ് പറ്റിയിട്ടുണ്ട്, പൊടിവാറിയിട്ടുണ്ട്, അതേപോലെ തന്നെ തലമുടി ജടകുത്തിയിട്ടുണ്ട്. എന്നിട്ട് പടച്ചറബ് സുബ്ഹാനഹു വ തആലയിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട്, പടച്ചറബേ, എന്റെ പ്രയാസങ്ങൾ നീക്കണേ. അയാളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറയുകയാണ്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മതഅമുഹു ഹറാം, അവൻ തിന്നത് ഹറാമാണ്. വമശ്റൂഹു ഹറാം, അവൻ കുടിച്ചത് ഹറാമാണ്. തിന്നതും കുടിച്ചതും ഹറാമാണ്. വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം, അവൻ ഉടുത്തത് ഹറാമാണ്. ആരാനെ പറ്റിച്ചുണ്ടാക്കിയ കാശുകൊണ്ടാണ്, പലിശ വാങ്ങിയിട്ടാണ്, കൊള്ളലാഭം എടുത്തിട്ടാണ്, അതേപോലെ ചതിപ്രയോഗത്തിലൂടെയാണ്, കൂടെ ബിസിനസ് ചെയ്യുന്ന ആളുകളെ ചതിച്ചിട്ടാണ്, ഷെയർ ഹോൾഡേഴ്സിനെ ചതിച്ചിട്ടാണ്, പലിശയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ചെയ്തിട്ടാണ്. എന്നിട്ട് അങ്ങനെ തിന്നു, അങ്ങനെ കുടിച്ചു, ആ വീട്ടിൽ താമസിക്കുന്നു, അങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ലോൺ എടുത്ത വാഹനങ്ങൾ, പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എല്ലാം ഹറാമാണ്. അല്ലാഹു ചോദിക്കുകയാണ്, ഫഅന്നാ യുസ്തജാബു ലിദാലിക, അവൻ എങ്ങനെയാ ഉത്തരം കൊടുക്കുക? അവന് ഉത്തരം കൊടുക്കണ പ്രശ്നമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാണ് സഹോദരന്മാരെ. ഇപ്പൊ വലിയ ഗൗരവമാണ്. കുറച്ച് പൈസ നമ്മൾ പലിശ ഉണ്ടാക്കണതോ അതേപോലെ തന്നെ ഹറാമായി ഉണ്ടാക്കണോ മാത്രമല്ല, അതിലൂടെ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ്, അതിന്റെ ശിഷ്ടം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കേൾക്കൂല, ബറക്കത്ത് ഉണ്ടാവില്ല ജീവിതത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലും അതേപോലെ തന്നെ അല്ലാഹു പിടിക്കും, പരലോകത്ത് പിടിക്കും. നരകമാണ് അവരുടെ സമ്പാദ്യം. അവർ നിറക്കുന്നത് ആരാന്റെ സമ്പത്ത് കൊണ്ട് നിറക്കുന്നത്? അവർ നരകത്തീയല്ലാതെ മറ്റൊന്നും നിറക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാൻ, മനുഷ്യന്മാർക്ക് ഒരു ദിവസം വരാനുണ്ട്, കുറച്ച് കാലം വരാനുണ്ട്. ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹും അമിൻ ഹലാലി അമിനിൽ ഹറാം. ഏതാ കാലഘട്ടം? അവസാന കാലഘട്ടമാണ് ഇന്നിന്റെ കാലഘട്ടം.
സമ്പത്ത് സമ്പാദിക്കുന്ന ആളുകൾ ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാത്തൊരു കാലഘട്ടം വരും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കാലഘട്ടം വരും, സമ്പത്ത് ഉണ്ടായാൽ മതി, ഹറാമാണോ ഹലാലാണോ നോക്കൂല. ഉണ്ടായാൽ മതി, നേടിയാൽ മതി, വാരിക്കൂട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലെ, മുൻഗാമികളുടെ കഥ പറയുന്നിടത്ത്, അവരുടെ ചരിത്രം പറയുന്നിടത്ത്, ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോൾ വാതിൽക്കൽ ഭാര്യമാര് നിൽക്കും. ഭർത്താവിനോട് പറയാണ്, രാവിലെ ജോലിക്ക് പോവുകയാണ്, വൈകുന്നേരം പൈസയുമായി തിരിച്ചു വരും, ഭക്ഷണ പദാർത്ഥങ്ങളുമായി തിരിച്ചു വരും, തങ്ങൾക്കും തങ്ങളുടെ മക്കൾക്കും തിന്നാനുള്ളത്, മാതാപിതാക്കൾക്ക്, വയസ്സായ മാതാപിതാക്കൾക്ക് തിന്നാനുള്ളത്. ഭാര്യ പറയാണ്, മുഅ്മിനത്തായ ഭാര്യ എന്താ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയും, ഞങ്ങൾ പട്ടിണി ഇടുന്നോളാം. പ്രിയപ്പെട്ട പ്രീതമാ, ഞങ്ങൾ പട്ടിണി ഇടുന്നോളാ, ഞങ്ങൾ ഉള്ളത് കൊണ്ട് തിന്നോളാ, വെള്ളം കുടിച്ച് ജീവിച്ചോളാ, പക്ഷേ പട്ടിണി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും. ലാ നസ്ബിറു അലന്നാർ, നരകം ക്ഷമിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. മക്കൾ ജോലിക്ക് പോകുമ്പോ, ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോ, പിതാക്കന്മാർ ജോലിക്ക് പോകുമ്പോ, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ വാതിൽക്കൽ നിന്ന് പറയുന്ന വാക്കുകളാണ് ചരിത്രം അവിടെ കുറിച്ചു വെച്ചിട്ടുള്ളത്. അല്ലാത്ത വാക്കാണ്, നരകം ക്ഷമിക്കാൻ ഞങ്ങൾക്കാവൂല, പട്ടിണി ഞങ്ങൾ സഹിച്ചോളാം. അതുകൊണ്ട് സഹോദരന്മാരെ, സമ്പത്തിന്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനും ഹദീസും എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. സമ്പത്താണ് എല്ലാം. സമ്പത്തിന്റെ അടിമകളായി ജീവിച്ചാൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും, ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവില്ല, മക്കൾ ക്ലിയർ ആവില്ല, കുടുംബം നന്നാവില്ല, സമാധാനം നഷ്ടപ്പെടും, അബദ്ധസഞ്ചാരത്തിൽ ഏർപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പോലെ മുർസലീങ്ങളോട്, പ്രവാചകന്മാരോട് അല്ലാഹു പറഞ്ഞത്, മുഅ്മിനീങ്ങളോട് പറഞ്ഞത്, അത് കേട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ, സമ്പത്തിനെ ക്രയവിക്രയം ചെയ്യാനുള്ള തൗഫീഖ്, മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സമ്പത്ത് വിശുദ്ധമാക്കുക എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ആ ഹദീസ് ഈ വിഷയത്തിലേക്ക് ചേർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുകയാണ്, ഖാമ ഫീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ മിമ്പറിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വന്നു നിന്നു, ഞങ്ങൾക്ക് ഉപദേശം തരാനായിട്ട്. ഫദക്കറൽ ഗുലൂല, വഞ്ചനയെ, സമ്പത്ത്, ആരാന്റെ സമ്പത്ത് അത് കൈക്കലാക്കുന്ന ഹറാമായ രീതിയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞു. എങ്ങനെയാണ് ഒരാളുടെ സമ്പത്ത് നമ്മളിലേക്ക് വരിക? ഒന്നല്ല പറഞ്ഞു, തിജാറത്തിൻ അൻ തറാദിൻ മിൻകും, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെട്ട കച്ചവടം, രണ്ടാൾക്കും, വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും പൊരുത്തുള്ള കച്ചവടം. അങ്ങനെയാണ് ഒരാളുടെ സമ്പത്ത് ഒരാളുടെ കൈക്കിൽ വരിക, ഒരു രീതി. രണ്ടാമത്തെ രീതി എന്താണ്? രണ്ടാമത്തെ രീതി അത് അനന്തരാവകാശ സ്വത്തായി കിട്ടും. മൂന്നാമത്തെ രീതി എന്താണ്? മൂന്നാമത്തെ രീതി ഒരാൾ ഹദിയ കൊടുക്കും. ഇങ്ങനെയുള്ള ദീന് പഠിപ്പിച്ചിട്ടുള്ള എന്തെല്ലാം ഹലാലായ രീതിയുണ്ടോ അതല്ലാത്ത രീതിയിൽ വഞ്ചന കാണിച്ച് ചതിച്ച് സമ്പത്ത് കൈകാര്യം ചെയ്ത ആളുകളെ കുറിച്ച് പറയുകയും റസൂലുള്ള അതിന്റെ ഗൗരവം സൂചിപ്പിച്ചു. എന്നിട്ടെന്തോ റസൂലുള്ള പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ഞാൻ നിങ്ങളെ ഒരാളെയും കാണാതിരിക്കട്ടെ, അലാ റകബതി ഷാത്തുൻ ലഹാ സുഗാ. ഒരു മനുഷ്യൻ ഖിയാമത്ത് നാളിൽ വരികയാണ്, സമ്പത്തിന്റെ വിഷയത്തിൽ നിഷ്ഠ പുലർത്താതെ കൊള്ളലാഭം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കിയ ആളുകൾ പരലോകത്ത് വരുന്ന രംഗമാണ്. അവർ എന്താണോ അനർഹമായി എടുത്തത് അത് പിരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ടുവരുന്നു, പിരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ടുവരുന്നു. പെങ്ങളെ ഭൂമിക്കഷ്ണം, പെങ്ങളെ 1 സെന്റ് 2 സെന്റ്, അല്ലെ ജ്യേഷ്ഠന്റെ, അനിയന്റെ, ഉമ്മന്റെ, വാപ്പന്റെ, ആരുടേതാണോ അനന്തരാവകാശം എടുത്ത സമയത്ത് മുറിച്ച് റെഡിയാക്കി, അവറ്റുകൾ പാവങ്ങളായതുകൊണ്ട് സംസാരിച്ച് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അന്ന് വലിച്ചുണ്ടാക്കിയതാ, ഏറ്റി വരികയാണ്. അവന്റെ പിരടയിൽ എന്തുണ്ട്? അവന്റെ പിരടയിൽ ഒരു ആടുണ്ട്. അപ്പൊ എന്താ? ഈ ആടിനെ പറ്റിച്ചെടുത്തതാണ്.
ഈ ആടിനെ പറ്റിച്ചെടുത്തതാണ്, ഹലാലായതല്ല. എന്നിട്ട് ആ ആടിങ്ങനെ കരയുന്നുണ്ട്, ലഹാ സുഖ, അത് ഒച്ചയിടുന്നുണ്ട്. ഈ ആടിനും പിടിച്ചുകൊണ്ടാ വരുന്നത്. മറ്റൊരു യുദ്ധം വരുന്ന റസൂൽ പറയുന്ന ഫറസുൻ, അവന്റെ പിരടിയിൽ കുതിരയുണ്ട്, അത് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ലഹൂസ് അംഹസതുൻ യഖൂലു യാ റസൂലല്ലാഹ്, എന്നിട്ട് ഈ മനുഷ്യന്മാരും എന്ന് പറയുകയാണ്, അഗ്നി, പടച്ചോനെ, അള്ളാന്റെ പ്രവാചകരെ, ഞങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്നും, ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ ചതിയുടെ, വഞ്ചനയുടെ ഭീകരമായ അവസ്ഥ ഞങ്ങൾ അനുഭവിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് റസൂലെ, താങ്കളൊന്ന് ശഫാഅത്ത് നടത്തൂ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കെഞ്ചുകയാണ്. ഫഅഖൂൽ, അപ്പോൾ ഞാൻ ആ മനുഷ്യന്മാരോട് പറയും, ലാ അംലികു ലക ശൈആ, നിനക്കൊന്നും ചെയ്തു തരാൻ എനിക്ക് സാധിക്കുകയില്ല. വഖദ് അബ്ലഗതുക, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ, റസൂലുള്ളാഹിന്റെ ഹദീസുകൾ വന്നിരുന്നല്ലോ, അള്ളാന്റെ ആയത്തുകൾ മുത്തനബി ഓതി തന്നിട്ടുണ്ടല്ലോ, എനിക്കും നിങ്ങൾക്കും. അല്ലേ? ആരാന്റെ സമ്പത്ത് തോളിൽ കയറ്റിക്കൊണ്ട് അതിന്റെ ഭാരം സഹിക്കവയ്യാതെ പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ പരലോകത്ത് വരികയും എന്നിട്ട് നരകത്തിലേക്ക് മുഖം കുത്തി വീഴുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിത്തന്ന ആയത്തുകളും ഹദീസുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലയോ എന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നു. അല്ലാഹ് ഓതി തന്നത്, അല്ലാഹ് പഠിപ്പിച്ചു തന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. വഅലാ റകബതി ബഗീറുൻ ലഹു റുഗാ, മറ്റൊരു മനുഷ്യൻ വരുന്നു, അവന്റെ മുതുകത്ത് എന്താണുള്ളത്? ഒരു ഒട്ടകമാണുള്ളത്. യഖൂലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഗ്നി, എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിഗ്ഫാർ നടത്തണം. അഖൂലു ലാ അംലികു ലക ശൈഅൻ ഖദ അബ്ലഗതുക ഔ അലാ റകബതി റിഖാഉൻ തഖ്ഫികു ഫയഖൂലു യാ റസൂലല്ലാഹ് അഗ്നി ഫഅഖൂലു ലാ അംലികു ലക മിൻ ശൈഅ വഖദ അബ്ലഗതുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വഞ്ചനയുടെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. അല്ലേ? ആടിന്റെ കൃഷിക്കാരുണ്ട്, അതിന്റെ കച്ചവടക്കാരുണ്ട്, അങ്ങനെ സക്കാത്ത് കൊടുക്കുന്ന ആളുകളുണ്ട്, സക്കാത്തിന്റെ സമ്പത്തിൽ നിന്നും എടുത്തവർ. അവിടെയുള്ള മറ്റു പ്രധാനപ്പെട്ട ഒരു വാഹനമാണ് ഒട്ടകം, അല്ലെങ്കിൽ കുതിര, അല്ലെങ്കിൽ അടിമകൾ, അല്ലെങ്കിൽ പിന്നെ എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതൊക്കെ നമ്മുടെ ഭാഗത്തേക്ക്, നമ്മുടെ ഇന്നത്തെ വഞ്ചനയുടെ, നമ്മുടെ സമ്പത്ത് നമ്മൾ വഞ്ചിച്ചെടുത്തതും അതേപോലെ തന്നെ അപഹരിച്ചെടുത്തതും അനർഹമായി എടുത്തു, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതൊക്കെ ആയിട്ട് മനുഷ്യൻ വരും. എന്നിട്ട് അതിന്റെ ഭീകരമായ അവസ്ഥ മനുഷ്യൻ ആസ്വദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഗൗരവമാണ് എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാൻ ഇതിങ്ങനെ വരുന്ന എവിടെ പഠിപ്പിച്ചത്? ഹദീസിൽ പറഞ്ഞു. ഖുർആനിലും വിശുദ്ധ ഖുർആനിലും അല്ലാഹ് പറഞ്ഞു. സൂറത്ത് ആലി ഇമ്രാനിന്റെ 161 ആയത്തിൽ അല്ലാഹു പറയാണ്, വമൻ യഗ്ലുൽ, ആരെങ്കിലും ചതിപ്രയോഗത്തിലൂടെ സമ്പത്ത് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ എന്താണോ അനർഹമായി എടുത്തത്, കട്ടെടുത്തതാണോ, ചതിച്ചെടുത്തതാണോ, പറ്റിച്ചെടുത്തതാണോ, അതേപോലെ തന്നെ പിന്നെ കൊള്ള നടത്തിയെടുത്തതാണോ, എന്താണോ എടുത്തിട്ടുള്ളത്, അല്ലാഹ് പറയുകയാണ് വമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതുമായിട്ട് അവൻ വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സമ്പത്തിന്റെ വിഷയത്തിൽ നമ്മൾ സംശുദ്ധരായിരിക്കണം. എനിക്ക് പറയാൻ പറ്റണം, നിങ്ങൾക്ക് പറയാൻ പറ്റണം, എന്റെ സമ്പത്ത് അത് ശുദ്ധമാണ്, അത് നേടിയത് ശുദ്ധമാണ്, അത് കൊടുക്കുന്നത് ശുദ്ധമാണ്, അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ടെടുത്താണ് ഞാൻ കൊടുക്കുന്നത്, അള്ളാഹിന്റെ മാർഗത്തിൽ എനിക്ക് കൊടുക്കാനുള്ള സക്കാത്ത് ഞാൻ പൂർണ്ണമായി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കൊടുത്താൽ പോരാ, കൃത്യമായി കൊണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നമ്മുടെ സമ്പത്ത് സ്വർണം 10.5 പവൻ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെള്ളി ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. നമ്മുടെ സമ്പത്തിന്, നമ്മുടെ കയ്യിലുള്ള ക്യാഷിന് അതിന് സക്കാത്ത് കൊടുക്കണം. നമ്മുടെ കച്ചവട വസ്തുക്കൾക്ക് സക്കാത്ത് കൊടുക്കണം. സക്കാത്തിന്റെ ഏരിയയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് കൊടുത്തിട്ട് ശുദ്ധമാക്കണം. സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശുദ്ധമാക്കുക എന്നുള്ള, ശുദ്ധിയുള്ളത് എന്നർത്ഥം. സമ്പത്ത് ശുദ്ധമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല 2 ലോകത്തും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ
وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.